ഹായ് ഫ്രണ്ട്സ്, കേരള ഹിസ്റ്ററിയിലെ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന സീരീസിലെ 5ാമത്തെ ഭാഗമാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസിൽ നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ചുകാരെ പറ്റിയിട്ടാണ്. ഇതോടുകൂടി അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന പാഠഭാഗം നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഡീപ്പ് ലേണിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു മാറ്റുന്നത് 3 കാര്യങ്ങളാണ്. മാഹി, തലശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ഫ്രഞ്ചുകാരുടെ ആധിപത്യത്തിൻ്റെ ചരിത്രത്തെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കുന്നത്. 2, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കോൺഫ്ലിക്റ്റും കർണാട്ടിക് വാറും ഫ്രഞ്ച് ഡിക്ലൈനും, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളും കർണാട്ടിക് യുദ്ധങ്ങളും അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് നമ്മൾ 2ാമത് പഠിക്കുന്നത്. 3ാമതായി പഠിക്കുന്നത് ഫ്രഞ്ചുകാരുടെ പ്രധാന കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ 3ാമതായി പഠിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. ഫ്രഞ്ച് രാജാവായിട്ടുണ്ടായിരുന്ന ലൂയി 14 നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ടുണ്ടായിരുന്ന കോൾബർട്ട് മേൽനോട്ടം വഹിച്ച് രൂപീകരിച്ച കമ്പനിയായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇത് 1664 ഇന്ത്യയിലേക്ക് എത്തി. ഒരു ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടി ആയിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നമ്മൾ കരുതപ്പെടുന്നത് ഇന്ത്യയിലേക്ക് അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയായിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത്. ഇവരുടെ പ്രധാന കേന്ദ്രങ്ങൾ, ഇവരുടെ പ്രധാന സെറ്റിൽമെൻറ്റ്, ഇവരുടെ പ്രധാന സ്വാധീന മേഖലകൾ സൗത്ത് ഇന്ത്യയിലെ മാഹി, യാനം, കാരയ്ക്കൽ, ചന്ദ്രനഗർ എന്നിവ ആയിരുന്നു. 1954 ഇവർ ഇന്ത്യയിലെ പ്രധാന ട്രേഡും പ്രധാന മോണോപ്പൊളിയും എല്ലാം വിട്ടഴിഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ചരിത്രത്തിന് ഒരു അവസാനവും കുറിക്കപ്പെട്ടു. മാഹിയിൽ എങ്ങനെയാണ് ഫ്രഞ്ചുകാർ ശക്തി ആർജിക്കുന്നത് എന്ന ചരിത്രത്തെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ മാഹിയിൽ ഫ്രഞ്ചുകാർ ശക്തി ആർജിക്കുന്നത് 1721 കാലഘട്ടത്തോടു കൂടിയാണ്. അതുവരെ ഫ്രഞ്ചുകാരുടെ പ്രധാന സ്വാധീന മേഖല എന്ന് പറയുന്നത് തലശ്ശേരിയാണ്. തലശ്ശേരിയുടെ ചരിത്രം നോക്കുകയാണ് എങ്കിൽ കോലോത്തിരി രാജാവിൻ്റെ സാമന്ത രാജാവായിട്ടുണ്ടായിരുന്ന ചിറക്കൽ രാജാവിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഏതെന്ന് പറയുന്നത് തലശ്ശേരി എന്ന് പറയുന്നത്. ചിറക്കൽ രാജാവിന് വേണ്ടിയിട്ട് തലശ്ശേരി ഭരിച്ചിരുന്ന നാടുവാഴിയുടെ പേരാണ് കുറങ്ങോത്ത് നായർ അഥവാ കുറങ്ങോത്ത് നായർ എന്ന് പറയുന്നത്. ഈ കുറങ്ങോത്ത് നായരുടെയും ചിറക്കൽ രാജാവിൻ്റെയും സഹായത്തോടുകൂടി ഫ്രഞ്ചുകാരെ 1670 തലശ്ശേരിയിൽ ഒരു കോട്ട പണിതു. ഈ 1670 എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും തലശ്ശേരിയിലോട്ട് വരുന്ന സമയമായിരുന്നു. ബ്രിട്ടീഷുകാരെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കേരളത്തിലോട്ട് എത്തുന്ന സമയത്ത് സാമൂതിരിയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു യൂറോപ്യൻ ശക്തി ആയിരുന്നു. സാമൂതിരിക്ക് അന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നു. അവരെന്ത് ചെയ്യാം, പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ യുദ്ധത്തിൽ കൂടെ നിർത്താമെന്നും സാമൂതിരിയുടെ കൂടെ ചേർന്ന് പോർച്ചുഗീസുകാരെ വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും തുരത്താം എന്നൊക്കെയുള്ള സപ്പോർട്ട് ആര് കൊടുത്തിരുന്നു? സാമൂതിരിക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നു. പിൽക്കാലത്ത് സാമൂതിരിയുടെ ശക്തി ക്ഷയിക്കുന്ന സമയത്ത് ഇനി സാമൂതിരിയുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പയ്യെ ആരുടെ കൂടെ ചേരാൻ തുടങ്ങി? പോർച്ചുഗീസുകാരുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് തുടങ്ങി. 1630 ആയപ്പോഴത്തേക്കും പോർച്ചുഗീസുകാരുടെ കൂടെ ചേർന്ന ഒരു അഡ്ജസ്റ്റൻ്റ് നയമായിരുന്നു. പോർച്ചുഗീസുകാരുടെ കൂടെ നിന്നുകൊണ്ട് ഭരണം നടത്തുക, കൂടെ നിന്നുകൊണ്ട് ട്രേഡ് നടത്തുക, കൂടെ നിന്നുകൊണ്ട് മറ്റു കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ നടത്തുക എന്നൊരു നയമായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി പോന്നിരുന്നത്. പക്ഷേ 1650 കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ പോർച്ചുഗീസുകാർക്ക് അത്ര നല്ല കാലഘട്ടം ആയിരുന്നില്ല. ഡച്ചുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഇവിടെ പോർച്ചുഗീസുകാർ നേരിടേണ്ടതായിട്ട് വന്നു. 1663 ആയപ്പോഴത്തേക്കും ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പൂർണ്ണമായും എന്ത് ചെയ്തു? കേരളത്തിൽ ആധിപത്യം ഉണ്ടാക്കുന്നതിൽ നിന്നും പരാജയപ്പെടുത്തി വിടുകയാണ് ചെയ്തത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെട്ടതോടുകൂടി ഇംഗ്ലീഷുകാർക്കും സദേൺ കേരളത്തിലും മധ്യ കേരളത്തിലുമുള്ള പിടിവള്ളി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും പോർച്ചുഗീസുകാരില്ലാത്ത തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നിൽക്കണ്ട എന്ന് വിചാരിച്ച് പോർച്ചുഗീസുകാർ എങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു? വടക്കൻ കേരളത്തിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു.
അങ്ങനെ വടക്കൻ കേരളത്തിൽ അവർ സെറ്റിലാകാൻ വേണ്ടിയിട്ട് എടുത്ത സ്ഥലമായിരുന്നു തലശ്ശേരി എന്ന് പറയുന്നത്. 1670 തലശ്ശേരിയിൽ ആര് വരുവാണ്? ഇംഗ്ലീഷുകാർ വരുവാണ്. ചെറിയ രീതിയിലുള്ള സെറ്റിൽമെൻറ്റും കാര്യങ്ങളെല്ലാം ഇവരെന്ത് ചെയ്യുവാണ്? ഈ മേഖലയിൽ തുടങ്ങുവാണ്. ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കാം. 1702 ആയപ്പോഴത്തേക്കും പുന്നോല എന്ന് പറയുന്ന സ്ഥലത്ത്, പുന്നോലയ്ക്കടുത്ത് ഒരു സംഭരണശാല അഥവാ ഒരു ഫാക്ടറി ഫ്രഞ്ചുകാർ സ്ഥാപിച്ചു. പക്ഷേ അവിടെ അന്ന് തലശ്ശേരിയിലുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരുടെ കോമ്പറ്റീഷൻ്റെ ഫലമായി അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൻ്റെ ഫലമായിട്ട് ഈ പുന്നോലയിൽ സ്ഥാപിച്ച ഈ ഫാക്ടറി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സക്സസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. വലിയ നഷ്ടം അവർക്ക് എന്ത് ചെയ്തു? ഈ ഫാക്ടറിയിൽ നിന്നും ഉണ്ടായി. സ്വാഭാവികമായിട്ടും തലശ്ശേരിയിൽ ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഒരു കോൺഫ്ലിക്റ്റിൽ നിൽക്കേണ്ട, ഒരു മത്സരത്തിന് നിൽക്കേണ്ട, മറിച്ച് കൂടുതൽ സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ചുകാർ തയ്യാറാകുന്നു. അങ്ങനെ ഫ്രഞ്ചുകാർ എത്തിയ സ്ഥലമായിരുന്നു മാഹി എന്ന് പറയുന്നത്. മാഹി എന്ന് പറയുന്നത് അന്നും കോലോത്തിരിയുടെ സാമന്ത രാജാവായിട്ടുണ്ടായിരുന്ന കടത്തനാട് രാജാവ് അഥവാ വടകര വാഴുന്നൂറിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഏതെന്ന് പറയുന്നത് മാഹി എന്ന് പറയുന്നത്. ഈ മാഹിയിലോട്ട് ഇവർ സെറ്റിൽമെൻറ്റ് മാറ്റുന്ന സമയത്ത് അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രഞ്ച് അധികാരിയായിട്ടുണ്ടായിരുന്ന മല്ലന്തോണിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വടകര വാഴുന്നൂറിൻ്റെ അടുത്ത് ചെന്നു. അവിടെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം തരണമെന്ന് വടകര വാഴുന്നൂറിൻ്റെ അടുത്ത് പറഞ്ഞു. വടകര വാഴുന്നൂർ ഇതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുകയും ഫ്രഞ്ചുകാർക്ക് മാഹിയിൽ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ കുരുമുളകിൻ്റെ വില നിശ്ചയിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം കൂടി ആർക്ക് കൊടുക്കുന്നുണ്ട്? വടകര വാഴുന്നൂർ മല്ലന്തോണിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഫ്രഞ്ചുകാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാഹിയിൽ വളരെ സേഫായിട്ട് ആര് ജീവിക്കുവാണ്? ഫ്രഞ്ചുകാർ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. 1725 ആയപ്പോഴത്തേക്കും ഒരു ഫ്രഞ്ചുകാരനായിട്ടുള്ള MD പർദൈലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫ്രഞ്ച് കപ്പൽപ്പട മാഹി കേന്ദ്രീകരിച്ച് വന്നതിന് ശേഷം അവിടെ എന്ത് ചെയ്തു? ഒരു വലിയ രീതിയിലുള്ള നാവിക വിന്യാസം നടത്തി ഒരു സ്റ്റാൻഡേർഡ് ആർമിയെ മാഹിയിൽ നടത്തിയിട്ട് പോയി. ഇത് ഇവർ സൈനികമായിട്ട് മാഹിയിൽ ഫ്രഞ്ചുകാർ ശക്തി ആർജിക്കുന്നത് തലശ്ശേരിയിലുണ്ടായിരുന്ന ഇംഗ്ലീഷുകാർക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കി. അതവർക്കൊരു ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു സാധനമായിരുന്നു മാഹിയിൽ ഫ്രഞ്ചുകാർ ശക്തി ആർജിക്കുന്നത്. ഫ്രഞ്ചുകാരുടെ ഈ ശക്തിക്കെതിരെ അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ ഇങ്ങനെ സൈനികരെ സ്റ്റാൻഡിങ് ആർമി അവിടെ നിർത്തിയതിനെതിരെ നാട്ടുരാജാക്കന്മാരെ പറഞ്ഞു തിരിക്കാൻ വേണ്ടിയിട്ട് ആര് തയ്യാറാവുകയാണ്? ഈ ഇംഗ്ലീഷുകാർ തയ്യാറാവുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരനായിട്ടുണ്ടായിരുന്ന അന്നത്തെ അവിടുത്തെ ഇംഗ്ലീഷ് ഫാക്ടറിയിലെ ചീഫായിട്ടുണ്ടായിരുന്നിട്ടുള്ള ആദം എന്ന് പറയുന്ന ആൾ കടത്തനാട് രാജാവിനെ കാണും. കടത്തനാട് രാജാവിനെ കണ്ടതിന് ശേഷം കടത്തനാട് രാജാവിൻ്റെ അടുത്ത് ഈ ഫ്രഞ്ചുകാർ ഇവിടെ ശക്തി ആർജിക്കുന്നത് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ വെല്ലുവിളിയായിട്ടുള്ള കാര്യമാണെന്നും നമ്മളെ കൂടെ നിന്നതിന് ശേഷം ഈ ശ്രമത്തെ എതിർക്കണമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കടത്തനാട്ടത്തെ രാജാവ് നേരത്തെ ഫ്രഞ്ചുകാർ മാഹിയിൽ വരുന്ന സമയത്ത് അവർക്കൊരു എഗ്രിമെൻറ്റ് കൊടുത്തല്ലോ, അവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം എല്ലാം ചെയ്തു കൊടുത്തില്ലേ. ഒപ്പം തന്നെ കുരുമുളകിനുള്ള കുത്തക കൊടുത്തില്ലേ. ഈ കുത്തക എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് ആരുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നു? ഇംഗ്ലീഷുകാരുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നു. ഇതോടുകൂടി ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു? കടത്തനാട് രാജാവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലോട്ടുള്ള യുദ്ധം വാഴുന്നൂറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലോട്ടുള്ള യുദ്ധം എന്ത് ചെയ്യുകയാണ്? ഫ്രഞ്ചുകാരുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു. അതിനുശേഷം ഈ ഫ്രഞ്ച് പട വാഴുന്നൂരുടെ കയ്യിൽ നിന്നും വടകര വാഴുന്നൂരിൻ്റെ കയ്യിൽ നിന്നും മാഹിയെ വിമോചനനാക്കി. അതിനുശേഷം ആ പ്രദേശത്തിൻ്റെ ആധിപത്യം ആര് നേടിയെടുത്തു? ഫ്രഞ്ചുകാർ നേടിയെടുത്തു. തുടർന്ന് വടകര വാഴുന്നവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ വലിയ രീതിയിലുള്ള യുദ്ധം ഫ്രഞ്ചുകാർക്കെതിരെ അഴിച്ചുവിട്ടു. അങ്ങനെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ തലശ്ശേരിയിൽ നിന്നുള്ള ഇംഗ്ലീഷ് പട്ടാളവും മാഹിയിൽ നിന്നുള്ള ഫ്രഞ്ച് പട്ടാളവും തമ്മിൽ വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇരുഭാഗത്തും വലിയ നഷ്ടം സംഭവിച്ചു. സ്വാഭാവികമായിട്ടും ഈ പ്രാദേശിക സംഘർഷങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് സർക്കാരും അതായത് ഫ്രാൻസിലെ സർക്കാരും ബ്രിട്ടനിലെ സർക്കാരും തയ്യാറായിരുന്നില്ല. വലിയ രീതിയിലുള്ള നഷ്ടമായിരുന്നു രണ്ടുപേർക്ക് ഇവിടെ നിന്നുണ്ടായിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് ഇരു രാജ്യങ്ങൾ ഇടപെടുകയും മാഹിയിലും തലശ്ശേരിയിലുമുള്ള 2 ട്രൂപ്പുകളെടുത്തും സമാധാനം പാലിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. ഈ രാജ്യങ്ങളുടെ ഇടപെടലോടുകൂടി 1728 സമാധാനം പാലിക്കപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധവിരുദ്ധ കരാർ എന്ത് ചെയ്യുകയാണ്? അല്ലെങ്കിൽ യുദ്ധവിരാമ കരാറിൽ ഒപ്പിടുവാണ്. അവിടെ സമാധാനം പാലിച്ചു. സമാധാനം പാലിച്ചതിന് ശേഷം എങ്ങനെയാണോ നേരത്തെ കാര്യങ്ങൾ നടന്നിരുന്നത് അതുപോലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇരു രാജ്യങ്ങളും തയ്യാറാവുകയും തുടർന്ന് 1728 മാർച്ച് 9-ാം തീയതി ഈ കണ്ടെത്തലിനെ തുടർന്ന് നേരത്തെ
ഫ്രഞ്ചുകാർക്ക് ഉണ്ടായിരുന്ന കുരുമുളകിന് മേലുള്ള വില നിയന്ത്രണവും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ സാധനങ്ങളെല്ലാം തിരിച്ചെന്ത് ചെയ്തു, പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ ആർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 1728 മാർച്ച് 9 ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്തു, തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അങ്ങനെ 1728 മാർച്ച് 9 കുരുമുളകിൻ്റെ വില നിയന്ത്രിക്കുകയും മാഹിയിൽ വ്യാപാരം ചെയ്യുന്നതിനുള്ള കുത്തക ആർക്ക് കിട്ടി, ഫ്രഞ്ചുകാർക്ക് കിട്ടി. ആരുമായിട്ടായിരുന്നു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടത്? ഇംഗ്ലീഷുകാരായിട്ടായിരുന്നു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടത്. അതിന് കാരണം എന്തായിരുന്നു? ഇവർ തമ്മിൽ ഇവിടെ നടത്തിയിട്ടുള്ള പ്രാദേശിക യുദ്ധത്തിൽ ഫ്രഞ്ച് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗവൺമെൻറ്റും ഇടപെട്ടതായിരുന്നു ഇങ്ങനെ ഒരു സമാധാന സന്ധി ഒപ്പിടുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. ഈ ഫ്രഞ്ച് അതുപോലെ തന്നെ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ തലശ്ശേരി മാഹി കേന്ദ്രീകരിച്ച് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മേഖലയിലോട്ട് ഡച്ചുകാരുടെയും വരവ് സംഭവിക്കുന്നു. ഡച്ചുകാർ സെയിൻറ്റ് ഏഞ്ചലോസ് കോട്ട, കണ്ണൂരിലെ സെയിൻറ്റ് ഏഞ്ചലോ കോട്ട പിടിച്ചെടുക്കുന്നു. സെയിൻറ്റ് ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തത് തലശ്ശേരിയിലുണ്ടായിരുന്ന ഇംഗ്ലീഷുകാർക്ക് വലിയൊരു ത്രെട്ടായി മാറി. ഒപ്പം തന്നെ അന്ന് അവിടെ ഭരിച്ചിരുന്ന, അതായത് ഈ കണ്ണൂർ ഭരിച്ചിരുന്ന അറക്കൽ രാജവംശത്തിലെ രാജാവായിട്ടുണ്ടായിരുന്ന അലി രാജാവിനെ ആര് കൈക്കലാക്കുന്നു? ഡച്ചുകാർ കയ്യിലെടുത്തതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ രാജാവിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുവാണ്, നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡച്ചുകാർ അലി രാജാവിൻ്റെ അടുത്ത് ചേരുന്നതോടുകൂടി ഈ അറക്കൽ രാജവംശത്തിലെ രാജാക്കന്മാർ ഇംഗ്ലീഷുകാർക്കെതിരെ തിരിഞ്ഞു. സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷുകാർക്ക് അറക്കൽ രാജാവിനെതിരെയും അതേപോലെ ഡച്ചുകാർക്കെതിരെയും വിരോധമുണ്ടാകുന്നതിന് ഇത് കാരണമായി. ഇങ്ങനെ അറക്കൽ രാജാവും ഡച്ചുകാരുമായിട്ട് എതിർത്ത ഇംഗ്ലീഷുകാർ മറ്റ് ചില പ്രാദേശിക രാജാക്കന്മാരുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടു. അങ്ങനെ ഒരു സഖ്യത്തിലേർപ്പെട്ട രാജാവായിരുന്നു കോട്ടയത്തെ രാജാവ്. ഈ കോട്ടയത്തെ രാജാവിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷുകാർ അലി രാജാവിനെ പരാജയപ്പെടുത്തി. അതിനുശേഷം ധർമ്മപട്ടണം എന്ന് പറയുന്ന ദ്വീപ് എന്ത് ചെയ്തു, പിടിച്ചെടുക്കുകയും ചെയ്തു. അലി രാജാവിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ധർമ്മപട്ടണം എന്ന ദ്വീപ് പിടിച്ചെടുക്കുകയും ചെയ്തു. 1730 ഇംഗ്ലീഷുകാർ അന്നത്തെ ചിറക്കൽ രാജാവായിട്ടുണ്ടായിരുന്ന ഉദയവർമ്മൻ്റെ സഹായം തേടി. ഉദയവർമ്മൻ്റെ അടുത്ത് ഈ ഡച്ചുകാരും ഒപ്പം തന്നെ അലി രാജാവും, അറക്കലിലെ അലി രാജാവും തങ്ങൾക്ക് നേരുള്ള പ്രകോപനത്തെ പറ്റി എന്ത് ചെയ്യുകയും ചെയ്തു, ആശങ്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഉദയവർമ്മ എന്ന് പറയുന്ന രാജാവിൻ്റെ സഹായം ഇംഗ്ലീഷുകാർക്ക് കിട്ടുന്നു. ഇംഗ്ലീഷുകാർ ഉദയവർമ്മൻ്റെ സഹായത്തോടു കൂടി എവിടെയൊക്കെ, ഇരുവഴിനാട്, ധർമ്മപട്ടണം, രണ്ടത്തറ തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് കമ്പനിയിൽ എന്ത് ചെയ്യുകയാണ്, കമ്പനിയുടെ കൂടെ ചേർക്കുകയാണ്. അല്ലെങ്കിൽ കമ്പനിക്ക് ആധിപത്യം ഉറപ്പിക്കുന്ന മേഖലകളായിട്ട് ഈ പ്രദേശങ്ങളെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു സൈഡിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധം, മറ്റു സൈഡിൽ ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധം. അങ്ങനെ ഇരിക്കെ ഫ്രഞ്ചുകാരുടെ മൈസൂരിലെ അലയായിട്ടുണ്ടായിരുന്ന ബെഡിനൂർ സൈന്യം എന്ത് ചെയ്യുകയാണ്, കോലോത്തിരി രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി വരുവാണ്. ബെഡിനൂർ സൈന്യം 1732 കോലോത്ത് രാജ്യത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇവർ വളപട്ടണം നദി കടന്ന് കോലോത്ത് രാജ്യത്തെ ആക്രമിച്ചു. ഇത് തങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണെന്നും കോലോത്തിരി രാജാവ് പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ ഫ്രഞ്ചുകാരുടെ ആധിപത്യത്തിലുള്ള അല്ലെങ്കിൽ ഫ്രഞ്ചുകാർക്ക് കൂടുതൽ സ്വാധീനമുള്ള ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തുവെന്ന് ഇംഗ്ലീഷുകാർ ഭയപ്പെട്ടു. അതുകൊണ്ട് ഇംഗ്ലീഷുകാർ കോട്ടയം രാജാവിനെയും ഡച്ചുകാരെയും കൂടെ നിർത്തിയതിനു ശേഷം ഒരു സംയുക്ത സൈനിക നീക്കം നടത്തി. ഈ സംയുക്ത സൈനിക നീക്കം 1736 ബെഡിനൂർ സൈന്യത്തെ പരാജയപ്പെടുത്തി. സ്വാഭാവികമായിട്ടും അവിടെ പണ്ട് എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ പരാജയം ഫ്രഞ്ചുകാരെ കൂടുതൽ പ്രകോപിതരാക്കുകയും അവർ കൂടുതൽ പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. 1739 ആയപ്പോഴത്തേക്കും 1739 ആയപ്പോഴത്തേക്കും ചെറുക്കല എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാർ ആദ്യമായിട്ടൊരു കോട്ട പണിതു. ആ കോട്ട സെൻറ്റ് ജോർജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നും കൂടി 1739 ആയപ്പോഴത്തേക്കും ചെറുക്കല എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാർ ആദ്യമായിട്ടൊരു കോട്ട പണിതു. ആ കോട്ടയെ സെൻറ്റ് ജോർജ് കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സമയം എന്ന് പറയുന്നത് മലബാറിൽ ഇങ്ങനെ പരസ്പര യുദ്ധം നടക്കുന്ന സമയം എന്ന് പറയുന്നത് കർണാടിക് വാറുകളുടെ കൂടെ സമയമായിരുന്നു. കർണാടിക് വാറിൻ്റെ ഭാഗമായിട്ട് 1741 നവംബറിൽ ഇവിടെ നടന്നിട്ടുള്ളൊരു യുദ്ധമായിരുന്നു കാൻറീസ് യുദ്ധം എന്ന് പറയുന്നത്. കാൻറീസ് യുദ്ധത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ച് അഡ്മിറലായിട്ടുണ്ടായിരുന്ന മാഹി ലേബർ ഡൊണൈസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അല്ലെങ്കിൽ കമാൻഡർ ഇൻ ചീഫ് എവിടെ കേന്ദ്രീകരിച്ച് വന്നു, തലശ്ശേരി ആക്രമിക്കാൻ കേന്ദ്രീകരിച്ച് വന്നു. പക്ഷേ ഇദ്ദേഹം തലശ്ശേരി ആക്രമിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന കോലോത്തിരി രാജാവിനെ ആക്രമിച്ചതിന് ശേഷം കോലോത്തിരി രാജാവിൻ്റെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അതിനുശേഷം 1742 ഇംഗ്ലീഷുകാരുമായി ഒരു സമാധാന കരാറ് ഉണ്ടാക്കി അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട് തിരിച്ചുപോയി. മനസ്സിലായോ? 1744 ആയപ്പോഴത്തേക്കും മലബാറിൽ ചെറിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളെ ഉണ്ടായിരുന്നു.
പിന്നീട് ഫസ്റ്റ് കർണാട്ടിക് വാറിന് ശേഷം നിലവിൽ വന്ന ഏക്സ്ല ചപ്പല ഉടമ്പടിയോടുകൂടി ഈ യുദ്ധങ്ങളും എന്ത് ചെയ്തു, പതുക്കെ അസ്തമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ മലബാറിൽ പോരാടിയിരുന്നത് പതുക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. 1749 ആയപ്പോഴത്തേക്കും വടക്കൻ കേരളത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെട്ടു. 1746 ഉദയവർമ്മൻ രാജാവ് മരണപ്പെട്ടു. ഉദയവർമ്മൻ രാജാവിൻ്റെ മരണം ഈ പ്രദേശത്ത് കൂടുതൽ സംഘർഷഭരിതമാക്കി, അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഉദയവർമ്മന് ശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിട്ടുണ്ടായിരുന്ന രാജകുമാരൻ കുഞ്ഞിരാമൻ അധികാരം ഏറ്റെടുത്തു. ഉദയവർമ്മൻ രാജാവ് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന രാജാവായിരുന്നു ഉദയവർമ്മൻ രാജാവ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശി കുഞ്ഞിരാമൻ ഇംഗ്ലീഷുകാരെ ഇഷ്ടമല്ലാതിരുന്ന ഒരു രാജാവായിരുന്നു. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷുകാർക്ക് ഇവിടുത്തെ നാടുവഴിയായിട്ടുണ്ടായിരുന്ന കുഞ്ഞിരാമൻ്റെ സഹായമുണ്ട് എങ്കിൽ മാത്രമേ തലശ്ശേരി കേന്ദ്രീകരിച്ച് വടക്കൻ കേരളത്തിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ കുഞ്ഞിരാമനെ എതിർത്ത് നിൽക്കുമ്പോൾ കുഞ്ഞിരാമനെ സഹായിക്കാൻ വേണ്ടി മറ്റ് യൂറോപ്യൻ ശക്തികൾ മുന്നോട്ട് വരാൻ സാധ്യതയുള്ളപ്പോൾ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകൾ വളരുക എന്ന് പറയുന്നത്, കച്ചവടം നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി വന്നു. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചു? കുഞ്ഞിരാമനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞിരാമനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇതിനായി നേതൃത്വം കൊടുത്തത് അന്ന് തലശ്ശേരി കോട്ടയുടെ മേധാവിയായിരുന്ന ഡോറിലായിരുന്നു. ഡോറിൽ ആയിരുന്നു. കുഞ്ഞിരാമനെതിരെ അദ്ദേഹം പഴയ കോലോത്തിരി രാജാവുമായിട്ട് സഖ്യമുണ്ടാക്കി. കോലോത്തിരി രാജാവിനോടൊപ്പം തന്നെ കോലോത്ത് നാട്ടിലെ രാജാവും കടത്തനാട്ടിലെ രാജാവും ഒപ്പം തന്നെ കോട്ടയത്തെ രാജാവും കടത്തനാട്ടിലെ രാജാവും പിന്നെ അതേപോലെ കോലോത്ത് നാട്ടിലെ കോലോത്തിരിയുമായിട്ടും ഒരു സൈനിക സഖ്യം ഉണ്ടാക്കി. ഈ സൈനിക ശക്തി തലശ്ശേരിയിലെ കുഞ്ഞിരാമൻ എന്ത് ചെയ്യുവാണ്? ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ ആക്രമണത്തിൽ പല പ്രദേശങ്ങളിലും ആരുടെ ശക്തി നഷ്ടമായി? കുഞ്ഞിരാമൻ്റെ ശക്തി നഷ്ടമാവുകയും ഈ പ്രദേശങ്ങളെല്ലാം മറ്റ് ഗ്രൂപ്പുകൾ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. തിരുവങ്ങാട് എന്ന് പറയുന്ന പ്രദേശം ഇത്തരത്തിൽ ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് കുഞ്ഞിരാമൻ്റെ കയ്യിൽ നിന്ന്. ഫ്രഞ്ചുകാർ ഈ സംഘർഷത്തിൽ പ്രവേശിച്ച് പിടിച്ചെടുത്ത കോട്ടയായിരുന്നു എന്ന് അറിയപ്പെടുന്നത്. 1752 മെയ് മാസത്തിൽ ഇംഗ്ലീഷുകാരും അതേപോലെ തന്നെ ഈ രാജാവും തമ്മിലുള്ള കുഞ്ഞിരാമൻ രാജാവും തമ്മിലുള്ള പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നത് നാടിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അന്ന് വയനാട്ടിലെ അധികാരത്തിലുണ്ടായിരുന്ന കോട്ടയം രാജാവ് എന്ത് ചെയ്യുവാണ്? ഒരു മധ്യസ്ഥതയ്ക്ക് ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 1752 മെയ് മാസത്തിൽ കോട്ടയം രാജാവിൻ്റെ മധ്യസ്ഥത നടന്ന ചർച്ചയിൽ ഇംഗ്ലീഷുകാരും കുഞ്ഞിരാമനും തമ്മിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് സൗഹൃദപൂർവ്വം എന്ത് ചെയ്യാം, ഇവിടുത്തെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അടുത്ത ഈ സമയം എന്ന് പറയുന്നത് 1755 ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് യൂറോപ്പിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നു, വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈനികർ തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇന്ത്യയിൽ തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈനികർ തമ്മിലും യുദ്ധം നടക്കുന്നു. ഇന്ത്യയിൽ അങ്ങനെ നടന്ന യുദ്ധങ്ങളെയാണ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. കർണാട്ടിക് വാറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതായിരിക്കും. ഈ കർണാട്ടിക് വാർ പൊട്ടിപ്പുറപ്പെടുന്നതോടുകൂടി കേരളത്തിൽ എന്ത് ചെയ്യുവാണ്? സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും രണ്ട് വലിയ സൈനിക ശക്തികളായിരുന്നു. ഇവർ തമ്മിലുള്ള സംഘർഷം എല്ലാ കാലഘട്ടത്തിലും കേരളത്തിൽ ഭീതി ഉണ്ടാക്കിയിരുന്ന ഒന്നായിരുന്നു. 1761 ആയപ്പോഴത്തേക്കും യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർക്ക് കൂടുതൽ ആധിപത്യം കിട്ടിത്തുടങ്ങി. അവർ ജയിക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ചെയ്തത്. അങ്ങനെ മാറുമ്പോൾ മാഹിയിൽ നിന്നും എന്ത് ചെയ്യണം? പിന്മാറണമെന്നും മാഹി കീഴടങ്ങിയതായി പ്രഖ്യാപിക്കണമെന്നും ബ്രിട്ടൻ്റെ അന്നത്തെ കമാൻഡറായിട്ടുണ്ടായിരുന്നു, ഈ പ്രദേശത്തിലെ കമാൻഡൻ്റായിട്ടുണ്ടായിരുന്ന തോമസ് ഹോഡ്ജ് ഫ്രഞ്ചുകാരടുത്ത് എന്ത് ചെയ്യുവാണ്? നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. 1761 ഫെബ്രുവരി 3-ാം തീയതി മാഹിയിലെ ഫ്രഞ്ച് കമാൻഡറായിട്ടുണ്ടായിരുന്ന എം ലൂയിറ്റിനോട് കീഴടങ്ങാൻ ഇദ്ദേഹം എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇദ്ദേഹം എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? എം ലൂയിറ്റ് ഇവിടുത്തെ സൈനിക മുന്നേറ്റം നോക്കിയപ്പോഴത്തേക്കും ഫ്രഞ്ചുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുകയും എന്ത് ചെയ്യുകയും ചെയ്തു? കീഴടങ്ങാൻ സമ്മതിക്കുകയും ചെയ്തു. 10 ദിവസത്തിനുള്ളിൽ മാഹിയുടെ ആധിപത്യം ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. പിന്നീട് കർണാട്ടിക് വാറിൻ്റെ അവസാനം പാരീസ് ഉടമ്പടി എന്ന ഉടമ്പടിയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഒപ്പിട്ടു. ഇതിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർക്ക് വീണ്ടും മാഹിയിൽ താമസിക്കുന്നതിനും കച്ചവടം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള അനുമതി ലഭ്യമായി. അങ്ങനെ അവരെന്ത് ചെയ്തു? വീണ്ടും മാഹിയിലോട്ട് വരുവാണ്, സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഫ്രഞ്ചുകാർ വരുവാണ് ചെയ്തത്. ഈ 1763 വന്ന ഫ്രഞ്ചുകാർ പിന്നീട് മാഹിയിൽ ഉണ്ടാക്കിയ കോട്ടയുടെ പേരായിരുന്നു ഫോർട്ട് മാഹി എന്ന് പറയുന്നത്. ഫോർട്ട് മാഹി രൂപീകരിച്ചത് 1769.
1779 പിന്നെയും ഒരു ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധം നടന്നു. ഈ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്നും ഈ മാഹി കോട്ട ആര് പിടിച്ചെടുത്തു? ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. പിന്നീടും ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. ഈ 1779 യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പൂർണ്ണമായിട്ടും മാഹിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർക്ക് സാധിച്ചു. പക്ഷേ അവർ കൂടുതൽ ശക്തമായിട്ട് 1817 തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം മാഹി പിടിച്ചെടുത്തു. മാഹിയിൽ അവരെന്ത് ചെയ്തു? സെറ്റിൽമെൻറ്റഡായി. ഈ സമയമായപ്പോഴത്തേക്കും 1817 മാഹി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത് അവർ ശക്തി തെളിയിച്ചപ്പോഴത്തേക്കും മലബാർ പ്രദേശം പൂർണ്ണമായിട്ടും ഇംഗ്ലീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരുന്നു. ഇംഗ്ലീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലമായിട്ട് മാറിയിരുന്നു. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് മാത്രമേ മാഹി ആർക്ക് ഭരിക്കാൻ പറ്റിയിരുന്നുള്ളൂ? മാഹി ആർക്ക് ഭരിക്കാൻ പറ്റിയിരുന്നുള്ളൂ? ഫ്രഞ്ചുകാർക്ക് ഭരിക്കാൻ പറ്റിയിരുന്നുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഏറെക്കുറെ എന്ത് ചെയ്യുവാണ്? വടക്കൻ കേരളത്തിലെയും അതേപോലെ തന്നെ ഇന്ത്യയുടെയും ഫ്രഞ്ച് ചരിത്രം ഈ യുദ്ധത്തോടു കൂടി അവസാനിക്കുകയാണ്. പ്രധാനമായിട്ടും കർണാടക വാറോടുകൂടി അവസാനിച്ചു. പിന്നെ ചെറിയ അവശേഷിപ്പുകളായിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ മാത്രമാണ് നടന്നത്. 817 മാഹിയിൽ ആധിപത്യം കിട്ടുകയും പക്ഷേ പിന്നീട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ കൺട്രോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നുള്ളൂ? വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ചുകാർക്ക് സാധിച്ചിരുന്നുള്ളൂ എന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ചുകാരുടെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടാണ്. ഫ്രഞ്ചുകാരുടെ കോൺട്രിബ്യൂഷനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട സാധനം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത് ലൂയി 14 സമയത്തായിരുന്നു. ലൂയി 14 എന്ന് പറയുന്ന രാജാവ് ഫ്രഞ്ച് ഭരിച്ചിരുന്ന സമയത്തായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച മന്ത്രിയായിരുന്നു, ലൂയി 14 മന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? കോൾബർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു പരന്ത്രീസുകാർ എന്നായിരുന്നു കേരളത്തിൽ ഫ്രഞ്ചുകാരെ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് 1604-1614 സമയത്തായിരുന്നു. ഹെൻറി 4 എന്ന് പറയുന്ന രാജാവിന് കീഴിലായിരുന്നു യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിരുന്നത്? ഫ്രഞ്ച് ഈസ്റ്റ് ഇൻഡീസ് കമ്പനി ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. പക്ഷേ അത് സക്സസ് ആയിരുന്നില്ല. 1719 ആയപ്പോഴത്തേക്കും കോൾബർട്ട് ആദ്യ കമ്പനി പുനർസംഘടിപ്പിച്ച് ജോൺ ലോസ് കമ്പനിയുമായിട്ട് എന്ത് ചെയ്തു? ജോൺ ലോസ് കമ്പനി അഥവാ കമ്പനി ഓഫ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അതിൽ ലയിപ്പിക്കുകയാണ് ഈ ഫസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ചെയ്തത്. പിന്നീട് നേരത്തെ രൂപീകരിച്ചെന്ന് പറയില്ല, 1614 രൂപീകരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരി അവർ ബിജാപ്പൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ പ്രദേശമായിരുന്നു. 1673 ഇവരെന്ത് ചെയ്തിരുന്നത്? ബിജാപ്പൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരുന്നത്. പോണ്ടിച്ചേരിയുടെ ആദ്യ കാലഘട്ടത്തിലെ പേരെന്ന് പറയുന്നത് ഫോർട്ട് ലൂയിസ് എന്നായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ പേരെന്ന് പറയുന്നത്. പിന്നീട് ഇന്നത്തെ രീതിയിൽ ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരിയെ മാറ്റിയെടുക്കുന്നത് 1764 ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്ന് പറയുന്ന ഗവർണർ എവിടെ എത്തുമ്പോഴാണ്? മാഹിയിൽ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ എത്തുമ്പോഴാണ് ഇന്നത്തെ രീതിയിലോട്ട് പോണ്ടിച്ചേരിയെ മാറ്റിയെടുക്കുന്നത്. പോണ്ടിച്ചേരിയിൽ ടൗൺഷിപ്പ് ആരംഭിക്കുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്ന് പറയുന്ന പുള്ളിയുടെ സമയത്തായിരുന്നു. ഇദ്ദേഹത്തിന് ആദ്യത്തെ ഫ്രഞ്ച് ഗവർണറായിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഫാക്ടറി രൂപീകരിച്ചത് ഇന്ത്യയുടെ ഭരണം ഔറംഗസീബിൻ്റെ കയ്യിലിരിക്കുന്ന സമയത്തായിരുന്നു. അവർ ആദ്യമായിട്ട് ഫാക്ടറി രൂപീകരിച്ചത് സൂററ്റിലായിരുന്നു. 1668 അവർ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. മസൂരി പട്ടണത്തിൽ 69 രണ്ടാമത്തെ ഫാക്ടറി അവർക്ക് സ്ഥാപിക്കാൻ പറ്റി. മാഹി അറിയപ്പെടുന്ന യഥാർത്ഥ പേര് മയ്യഴി എന്നാണ്, അല്ലെങ്കിൽ മാഹിയുടെ യഥാർത്ഥ നാമം മയ്യഴി എന്നാണ്. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മാഹിയിലൂടെ ഒഴുകുന്ന മയ്യഴി പുഴ എന്ന് അറിയുന്നത്. അപ്പോൾ തന്നെ ഫ്രഞ്ചുകാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യപ്പെട്ട ഒപ്പിട്ട ഒരു ഉടമ്പടിയായിരുന്നു റിസ്വിക് ഉടമ്പടി എന്ന് പറയുന്നത്. റിസ്വിക് ഉടമ്പടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതായിരിക്കും. അടുത്ത ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുന്നത് 1954 പോണ്ടിച്ചേരിയിൽ നിന്നൊക്കെ ഫ്രഞ്ചുകാർ എന്ത് ചെയ്യുന്നത്? ഇന്ത്യ വിടുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷമായിരുന്നു. 1954 ഒരു ഇന്ത്യ വിടുന്നത്. 1954 നവംബർ 1 ആയിരുന്നു പോണ്ടിച്ചേരി എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ യൂണിയൻ്റെ കൂടെ ലയിക്കുന്നത്. മാഹിയെ അറബിക്കടലിൻ്റെ പുരികക്കൊടി എന്നാണ് അറിയപ്പെടുന്നത്. അറബിക്കടലിൻ്റെ പുരികക്കൊടി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മയ്യഴിയുടെ കഥാകാരൻ എന്ന് എം മുകുന്ദൻ അറിയപ്പെടുന്നു. എം മുകുന്ദൻ്റെ പ്രധാന നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് അറിയപ്പെടുന്നത്. ഈ മാഹി എന്ന് പറയുന്നത് 3 വശവും ഒരു ജില്ലയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഈ ജില്ലയുടെ പേരാണെന്തെന്ന് പറയുന്നത് കണ്ണൂർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫ്രഞ്ചുകാരും കേരളവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചു മാറ്റേണ്ടത്. ഇതോടുകൂടി അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് അഥവാ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന സീരീസിലെ ഫ്രഞ്ചുകാർ ഇവിടെ അവസാനിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് എന്ന സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്.
കേരള ഹിസ്റ്ററിയിലെ എല്ലാ പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ പ്രിലിംസിനും +2 ലെവൽ പ്രിലിംസിനും അതേപോലെ 10ാം ക്ലാസ് ലെവൽ പരീക്ഷകൾക്കും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈ അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. ഇത്രയും വിവരങ്ങൾ ഓരോ ക്ലിപ്പിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ വീഡിയോയിലും നിങ്ങൾ കാണണം. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.